ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, കണ്ണിന് പരിക്കുണ്ട്, പിന്നെ തലയ്ക്ക് ഇങ്ങനെ ഇടിച്ചെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ചെറിയ മുഴച്ചിലുണ്ട് ഇവിടെ. പക്ഷേ മറ്റ് യാതൊരു ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഒരു 9 മണി, രാത്രി 9 മണി. അപ്പോൾ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ മകള് മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അപ്പം തന്നെ ഒരു വണ്ടി പിടിച്ച് 9:15 ഇവിടുന്ന് പുറപ്പെട്ട് ഒരു 1:30 ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പോൾ അഡ്മിറ്റാണ്. അപ്പോൾ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, കണ്ണിന് പരിക്കുണ്ട്, പിന്നെ തലയ്ക്ക് ഇങ്ങനെ ഇടിച്ചെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ചെറിയ മുഴച്ചിലുണ്ട് ഇവിടെ. പക്ഷേ മറ്റ് യാതൊരു ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്, പിന്നെ CT സ്കാൻ എടുക്കണം, എക്സ്റേ എടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവളെ CT സ്കാൻ എടുത്ത് എക്സ്റേ എടുത്തു. പിന്നീട് രാവിലെ ഒരു 9 മണിക്ക് മുമ്പായിട്ട് അവളെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നേരെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു. അപ്പോൾ അതിനുള്ളിൽ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിട്ട് ഈ പോലീസ് സ്റ്റേഷനിലുണ്ടവൻ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ ഇവളുടെ ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും അവരുടെ വീട്ടിലായിരുന്നു. അപ്പോൾ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു, അങ്ങയുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്കിത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി വന്നു. അവിടെ ചെന്ന് ഇതൊക്കെ എടുത്തു. അപ്പോൾ അവിടെ വാതിൽ പൂട്ടിയിട്ടേക്കാണ്. പൂട്ടിയിട്ടെങ്കിലും താക്കോലൊക്കെ ഉണ്ട്, അമ്മയും ഉണ്ട് അവിടെ. പക്ഷേ ഇത് തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ കടത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പണിപ്പെട്ടി ഏതാണ്ട് ആശാരിനെ കൊണ്ടുവന്നിട്ട് അത് തുറപ്പിച്ച് അകത്ത് കയറിയപ്പോൾ തന്നെ വെച്ചാൽ ഇവളുടെ ഈ മൊബൈലിൽ ഇങ്ങനെ തകർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ മറ്റേ റൂമിൽ ചെന്നപ്പോൾ ഈ മദ്യക്കുപ്പികൾ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഈ ഡ്രസ്സും ഈ സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നു. ആരോഗ്യം എന്ന് വെച്ചാൽ അവൾ മാനസികമായിട്ടെന്ന് വെച്ചാൽ വളരെ അപ്സെറ്റാണ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അവൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ. അവനിങ്ങനെയാണെങ്കിൽ പോലും അവനുമായിട്ട് ജീവിക്കാനായിട്ട് ഒരു പക്ഷേ ആഗ്രഹിച്ചു വലിയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇവളെ പ്രേരിപ്പിച്ച് അവൾ മൊഴിമാറ്റി പറഞ്ഞ് അത് കോടതിയിൽ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. അത് ഒരുമിച്ച് ജീവിക്കാനായിട്ട് കോടതി സമ്മതിച്ചു. അങ്ങനെ അവർ വിടുകയും ചെയ്തു, FIR റദ്ദ് ചെയ്യുകയും ചെയ്തു. ഞാനതിൻ്റെ പിന്നിൽ ഒന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വരെയും മോശമായിരുന്ന ഒരാൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ, അത് കുടുംബത്തിനും സമൂഹത്തിനും ഒരു മാതൃകയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അവർ ജീവിച്ചോട്ടെ. പക്ഷെ വീണ്ടും ഇതേപോലെ ഉള്ള സംഗതികൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. അതെനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മകൾക്കും ഇനി സഹിക്കാൻ പറ്റില്ല. മകള് പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇനി അവനെ കൂടി ഒരിക്കൽ പോലും അവൾ പോകാൻ തയ്യാറല്ല. അവൾക്ക് ഒരു അബദ്ധം പറ്റി. കാരണം അവൻ്റെ ഭീഷണി കൊണ്ട് അല്ലെങ്കിൽ പ്രേരണ കൊണ്ട് ആണ് അവൾക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് വന്നത്. അതിനവൾക്ക് ദുഃഖമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ആ ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് അമ്മയെ എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അവളുടെ കയ്യിൽ ഫോണില്ലല്ലോ, ഫോൺ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവളെ വിളിച്ചാൽ അവൾ കിട്ടുന്നില്ല, അവൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. അത് മനഃപൂർവ്വം ഫോൺ അവൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവളുടെ ഈ ആധാർ കാർഡ് വരെ അല്ലെങ്കിൽ മറ്റെല്ലാ ഇതും അവൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവൻ്റെ ബാഗിൽ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരാണ് അവളുടെ ATM കാർഡൊക്കെ എടുത്ത് തന്നത്. ഈ ഹൈക്കോടതി വിധി റദ്ദിയാനുള്ള പുനഃപരിശോധിക്കാനുള്ള അതെ, അത് എന്ന് വെച്ചാൽ അവൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കോടതി കണ്ടതെന്ന് വെച്ചാൽ എത്ര മോശക്കാരനായാലും അവർ പ്രായപൂർത്തിയായ ആളുകളാണ്. അവരൊരുമിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ കോടതി അതിന് അനുവദിക്കുകയാണ് ചെയ്തത്. മകളെങ്കിലും മർദ്ദിക്കുമ്പോൾ ഇവരുടെ കുടുംബം അല്ലെങ്കിൽ ഇതിൽ ഇടപെടാറില്ലായിരുന്നു. കുടുംബം എന്ന് വെച്ചാൽ അവരുടെ ഇതിനേക്കാളും മോശമുള്ള ആ കുടുംബം. ഞാനെന്ത് പറയാനാണ് അതിൽ? അതൊന്നും ഇവർ നല്ല ആരോഗ്യവാനല്ലേ. അവർ ഒരു അമ്മ മാത്രമല്ലേ അവിടെ ഉള്ളൂ. അവർ അതിൽ ഇടപെടാൻ സാധ്യത കുറവാണ്.